എടാ, രണ്ട് ലിക്വിഡുകൾ, രണ്ടിനും ഒരേ മണം, ഒരേ കണക്കിരിക്കുന്ന ക്ലിയർ ലിക്വിഡ്. ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചെറിയ എമൗണ്ടിൽ കുടിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനം. ഒരെണ്ണം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ബീക്കറിൽ ഇരിക്കുന്ന വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കണ്ണുപൊട്ടന്മാരാക്കിയോ അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുകയോ ചെയ്യും, വിഷമായിട്ടുള്ള സാധനം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിലേതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്നുള്ളത്? ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ദിവസവും മരിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ലിക്വിഡുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഹെഡിങ് എഴുതിക്കോ ആൽക്കഹോൾസ് ആൻഡ് സബ് ഹെഡിങ് കൊടുത്തോ എത്തനോൾ ആൻഡ് മെത്തനോൾ. ഓക്കെ, സോ ഈ രണ്ട് ലിക്വിഡുകൾ, രണ്ട് ആൽക്കഹോളുകൾ നമ്മൾ പഠിച്ചു. ആൽക്കഹോൾസ് എന്താണ്, OH വേദനയാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് വിളിക്കുക. ഈ എഥനോള് മെഥനോൾ എന്ന് പറഞ്ഞ രണ്ട് കോമ്പൗണ്ടുകൾക്കുള്ള ആകെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ഒരു കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടും മറ്റാമത്തത് രണ്ട് കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടും എന്നുള്ളതാണ്. അല്ലേ? ഒരെണ്ണം ഒരു കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടിൽ OH വന്നു, മറ്റേതിൽ രണ്ട് കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടിൽ OH വന്നു. നമുക്ക് പഠിക്കാം ആദ്യം മെഥനോളിനെ പറ്റി. സോ എന്താണ് മെഥനോൾ? എടാ, മെഥനോളിന് മറ്റൊരു പേരുണ്ട്, ഒരു ചെല്ലപ്പേരുണ്ട്. ആൾക്കാരെ വിളിക്കുന്ന, മെഥനോളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. മെഥനോളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. നോട്ട് ചെയ്ത് വെച്ചോ, മെഥനോളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. മെഥനോളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. എന്താണ് മെഥനോളിലെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ? മെത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ, ഓൾ എന്ന് പറഞ്ഞാൽ OH. അപ്പോൾ ഒരു കാർബണിൽ ഓൾ വരണം, ഒരു കാർബണിൽ OH വരണം. സോ എന്താണ് മെഥനോളിലെ കെമിക്കൽ ഫോർമുല? CH3OH. ഇതാണ് മെഥനോൾ. സോ മെഥനോളിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിനി പഠിക്കാൻ പോകണം മെഥനോളിന്റെ പ്രധാനപ്പെട്ട യൂസസ് ആണ്. എന്തൊക്കെയാണ് മെഥനോൾ? ഇൻഡസ്ട്രിയിൽ വളരെയധികം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മെഥനോൾ എന്ന് പറയുന്നത്. മെഥനോളിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ മെഥനോളിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് പെയിന്റ്സ്. പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി മെഥനോൾ യൂസ് ചെയ്യാറുണ്ട്. വാർണിഷ് ഉണ്ടാക്കാൻ വേണ്ടി മെഥനോൾ യൂസ് ചെയ്യാറുണ്ട്. പെയിന്റ്, വാർണിഷ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനമായിട്ട് നമ്മൾ മെഥനോളിനെ ഉപയോഗിക്കാറുണ്ട്. അത് മാത്രമല്ല, ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അറിയോ? ഫോമിക് ആസിഡ് നമ്മൾ ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കൂലേ? ഉറുമ്പ് കടിക്കുമ്പോൾ വേദന എടുക്കാനുള്ള കാരണം ഉറുമ്പിന്റെ കയ്യിലുള്ള ആസിഡ് ഫോമിക് ആസിഡ് ആയനക്കൊണ്ടാണ്. നമ്മൾ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ ഓർമ്മ വേണം. ഓക്കെ, സോ ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കാൻ കാരണം അതിനകത്ത് ഫോമിക് ആസിഡ് ഉള്ളതാണ്. അപ്പോൾ ഈ ഫോമിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ, മാനുഫാക്ചറിങ്ങിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? മെഥനോളിനെ ഉപയോഗിക്കാറുണ്ട്. സോ മെഥനോൾ നമ്മൾ വാർണിഷിൽ യൂസ് ചെയ്യും, പെയിന്റിൽ യൂസ് ചെയ്യും, ഫോമിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും, അതേമാതിരി ഫോർമാൽഡിഹൈഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഇതെല്ലാം ഓരോ കെമിക്കൽസ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോണേ. ഫോർമാൽഡിഹൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കും. സോ മെഥനോൾ ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഫോമിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ്, അതേമാതിരി വാർണിഷ്, പെയിന്റ്. ഓക്കെ, ഇനി ഒരു എക്സ്ട്രാ ഡീറ്റെയിലൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. അതേമാതിരി 40% ഓഫ് ഫോർമാൽഡിഹൈഡിനെയാണ് നമ്മൾ ഫോർമാലിൻ എന്ന് പറയാം. 40% ഓഫ് ഫോർമാൽഡിഹൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോർമാലിൻ എന്ന് പറയും. അപ്പോൾ പരീക്ഷയ്ക്ക് ഫോർമാലിൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം ഫോർമാലിൻ ഈസ് 40% ഓഫ് ഫോർമാൽഡിഹൈഡ്. 40% ഫോർമാൽഡിഹൈഡിനെ എടുക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോർമാലിൻ എന്ന് വിളിക്കുക. സോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. യൂസ് ഓഫ് മെഥനോൾ എന്തൊക്കെയാണ്? മാനുഫാക്ചർ ഓഫ് വാർണിഷ്, പെയിന്റ്, ഫോമിക് ആസിഡ്, ഫോർമാൽഡിഹൈഡ്. 40% ഓഫ് ഫോർമാൽഡിഹൈഡ് ഈസ് നോൺ ആസ് ഫോർമാലിൻ. നോട്ട് ചെയ്ത് വെക്കണം ഇതെല്ലാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മെഥനോളിനെ പ്രിപ്പയർ ചെയ്യാം. ഹൗ ടു പ്രിപ്പയർ മെഥനോൾ. പ്രിപ്പറേഷൻ ഓഫ് മെഥനോൾ. സോ മെഥനോളിനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ടത് 2 ആൾക്കാരാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് വേണ്ടത് 2 ആൾക്കാരാണ്. ആരൊക്കെയാണ് ആ 2 ആൾക്കാർ? 2 ആൾക്കാർ, ഒന്ന് CO. എന്താണ് CO? കാർബൺ, ഒരു ഓക്സിജൻ. കാർബണും ഒരു ഓക്സിജനും നമ്മൾ എന്താ വിളിക്കുക? കാർബൺ മോണോക്സൈഡ്. സോ CO എന്താണ്? കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡിന്റെ കൂടെ 2 ഹൈഡ്രജൻ ആഡ് ചെയ്യാം.
ഈ കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ 2 ഹൈഡ്രജനെ ആഡ് ചെയ്യുക. എല്ലാവരും എഴുതി പഠിക്കണേ, പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുക. കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടൂടാ? CH3OH കിട്ടും. ഇങ്ങോട്ട് നോക്ക്, ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. ഒരു സി 4 H ഉണ്ട് ഇവിടെ, അല്ല 2 × 2 4 H ഉണ്ട്. 2 × 2 4 H ഉണ്ട്. ഇവിടെ നോക്ക് 3 H 1 H, ഒരു O. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ 4 H ഉണ്ടായിരുന്നു അല്ലേ? 1 2 3 4 4 H ഉണ്ട്. 4 H ൽ 3 H എന്ത് ചെയ്താൽ ഇവിടെ ഒന്ന് കയറി, സിയുടെ കൂടെ ഒന്ന് കയറി. അപ്പോൾ O പിണങ്ങിപ്പോയി, O ഡൈവോഴ്സ് ആയി. സോ സിയുടെ കൂടെ 3 H വന്ന് കയറി, O ഡൈവോഴ്സ് ആയി. അപ്പോൾ Oയ്ക്ക് കൂട്ടാരുണ്ട്? ആകെ ഒരു ബാക്കി വന്നൊരു H മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ H അവിടെ കയറി, CH3OH. ഇതാണ് പരിപാടി, ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഓക്കെ. സോ സിയോടെ കൂടെ 2H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CH3OH കിട്ടും. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, വാട്ടർ ഗ്യാസ് എന്നൊക്കെ വിളിക്കും ഇതിനെ. വാട്ടർ ഗ്യാസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. സോ പ്രിപ്പറേഷൻ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. പ്രിപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊന്നും കാര്യമില്ല. സോ പ്രിപ്പറേഷൻ എന്തായാലും നോക്കി വെച്ചേക്കുക. സോ കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മെഥനോൾ കിട്ടും. സോ ഇത്രയേ ഉള്ള മെഥനോൾ ഇപ്പം തന്നെ പഠിച്ചങ്ങ് സെറ്റ് ആക്കി അങ്ങ് വെക്കുക. മെഥനോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഥനോൾ ഇപ്പം തന്നെ പഠിച്ച് സെറ്റ് ആക്കുക. ഓക്കെ.